അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹ് അസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിൽ മുർസലീൻ വആലി കുല്ലി വസ്സഹാബത്തി അജ്മഈൻ അമ്മാ ബഅദ്. കൂടുമ്പോൾ ഇമ്പമുള്ളതാകണം കുടുംബം. കൂടുമ്പോൾ ഭൂകമ്പം ഉണ്ടാകുന്നത് ആകരുത്. പരസ്പരം ഏറെ സ്നേഹിക്കാനും തിരിച്ചറിയാനും അല്ലാഹു സുബ്ഹാനഹു വ തആല സംവിധാനിച്ചൊരു സംവിധാനമാണ് കുടുംബം എന്നുള്ളത്. സ്വർഗലോകത്ത് നിന്ന് ആരംഭിച്ചതാണ് ഈ പ്രക്രിയ. മഹാനായ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമും ഭാര്യ ഹവ്വാ ഉമ്മയും റളിയല്ലാഹു അൻഹ സ്വർഗലോകത്ത് നിന്ന് ആരംഭിച്ചു കുടുംബജീവിതം. ആദ്യമായി പടച്ച ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് ഒരു തുണയെയാണ് അല്ലാഹു തആല രണ്ടാമത് സൃഷ്ടിക്കുന്നത്. ഇണ തുണ എന്ന പദമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ബന്ധത്തിന് ഉപയോഗിച്ചിട്ടുള്ളത്. അറബിയിൽ സൗജ് എന്ന്. പരിശുദ്ധമായ ഖുർആൻ ഈ ബന്ധത്തെ പരസ്പരം ഇണക്കി ചേർത്തതിനെ, പരസ്പരം സ്നേഹമിട്ട് തന്നതിനെ വലിയ ദൃഷ്ടാന്തമായി പരിചയപ്പെടുത്തുന്നുണ്ട്. وَمِنْ آيَاتِهِ أَنْ خَلَقَ لَكُم مِّنْ أَنفُسِكُمْ أَزْوَاجًا لِتَسْكُنُوا إِلَيْهَا وَجَعَلَ بَيْنَكُم مَّوَدَّةً وَرَحْمَةً إِنَّ فِي ذَلِكَ لَآيَاتٍ لِقَوْمٍ يَتَفَكَّرُونَ. സൂറത്തുർ റൂം വളരെ സുന്ദരമായി ഈ ആശയം പ്രതിപാദിക്കുന്നുണ്ട്. അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളിൽ പെട്ടതാണ് നിങ്ങൾക്ക് നിങ്ങളിൽ നിന്ന് തന്നെ ഇണകളെ അല്ലാഹു തആല സംവിധാനിച്ചത്. അൻ ഖലഖ ലക്കും മിൻ അൻഫുസിക്കും അസ്വാജ. സൗജ് ആ പദമാണ് അവിടെ കൊണ്ടുവന്നത്. വജഅല ബൈനക്കും മവദ്ദതൻ വറഹ്മ. അള്ളാഹു നിങ്ങളുടെ മനങ്ങളിൽ പരസ്പരം നല്ല സ്നേഹം, നല്ല കാരുണ്യം അല്ലാഹു തആല ഇട്ടു തന്നു. ഇരു ധ്രുവങ്ങളിലായിരുന്ന രണ്ട് മനങ്ങൾ നിക്കാഹിലൂടെ ഒന്നിച്ചപ്പോൾ എന്തെന്നില്ലാത്തൊരു സ്നേഹബന്ധം അവർക്കിടയിൽ ഉണ്ടായിത്തീർന്നു. ഇതെങ്ങനെ ഉണ്ടായതാണ്? അള്ളാഹു പറയാണ്, നമ്മളാക്കി തീർത്തതാണ്. അങ്ങനെ ചേർന്ന് നിന്നുകൊണ്ട് നല്ലൊരു കുടുംബ ബന്ധം സ്ഥാപിക്കാനും അതിലൂടെ നല്ല മക്കളെ ഇവിടെ വളർത്തിയെടുക്കാനും കഴിയണം. അങ്ങനെ ഒരു കുടുംബമായി, പല കുടുംബങ്ങളായി, അങ്ങനെ നല്ല ഒരു സമുദായമായി ഇവിടെ ജീവിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനാണ് ഇങ്ങനെയൊക്കെ സംവിധാനിച്ചിട്ടുള്ളത്. നല്ല കുടുംബമായി തീരാൻ ഒരുപാട് കാര്യങ്ങൾ സമ്മേളിക്കേണ്ടതുണ്ട്. ഒന്നാമത് ഭാര്യയ്ക്ക് ഭർത്താവ്, ഭർത്താവിന് ഭാര്യ പരസ്പരം കാണുമ്പോൾ തന്നെ സന്തോഷമുണ്ടാക്കുന്ന രൂപത്തിലായിരിക്കണം പെരുമാറുന്നത്. അവരുടെ രൂപവും ഭാവവും സംസാരങ്ങളും എല്ലാം സ്നേഹം വർദ്ധിക്കാൻ കാരണമാകുന്ന രൂപത്തിലായിരിക്കണം. പരസ്പരം വെറുപ്പിക്കുന്ന, കുത്തുവാക്ക് പറയുന്ന വാക്കുകൾ ഒഴിവാക്കണം. മവദ്ദത്ത് എന്നതുകൊണ്ട് വിവക്ഷ പുരുഷനിൽ നിന്ന് നല്ല സംസാരമുണ്ടാകുക എന്നുള്ളതാണ് എന്നും, റഹ്മത്ത് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശം സ്ത്രീയിൽ നിന്ന് പുരുഷനിലേക്ക് നല്ല ഒരു കാരുണ്യവും പെരുമാറ്റവും ശീല നല്ലതായി തീരുക എന്നുള്ളതുമാണ് എന്നുള്ളത് വിവരിക്കുന്നുണ്ട് മഹാന്മാർ. അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല സംസാരവും നല്ല പെരുമാറ്റവും വേണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്കിടയിൽ മവദ്ദത്തും റഹ്മത്തും ഇട്ടു തന്നു എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നല്ല രൂപത്തിലുള്ള സംസാരവും നല്ല പെരുമാറ്റവും ഉണ്ടാകണം എന്നുള്ളതാണ്. സ്ത്രീയിലേക്ക് പുരുഷനിൽ നിന്ന് ഏറ്റവും കൂടുതൽ സുന്ദരമായി എത്തിച്ചേരേണ്ടത് നല്ല വാക്കുകളാണ്. സ്ത്രീ മറക്കാതിരിക്കലും അതാണ്. കല്യാണം കഴിഞ്ഞ ഉടനെ ഉണ്ടായ അദ്ദേഹത്തിൻ്റെ ആ വാക്കുകൾ വല്ലാത്തൊരു സന്തോഷം നൽകിയതാണ്, മറക്കാൻ കഴിയാത്തതാണ് എന്നുള്ളത് ചിലപ്പോൾ സ്ത്രീകളിൽ നിന്ന് കേൾക്കാറുണ്ട്. എന്നാൽ പുരുഷനക്കോ അവൾ അന്നുണ്ടാക്കി തന്ന ഭക്ഷണം അത് മറക്കാൻ കഴിയില്ല. അല്ലെങ്കിൽ അന്ന് എൻ്റെ കാലിന് പരിക്ക് പറ്റിയിട്ട് ഞാൻ കിടന്നപ്പോൾ എന്നെ ശുശ്രൂഷിച്ചത് അത് തുല്യതയില്ലാത്തതാണ്, വേറൊരാൾക്കും കഴിയില്ല അത് എന്നൊക്കെ പുരുഷൻ ഓർത്തെടുക്കുകയും ചെയ്യുന്നു. നോക്ക് നിങ്ങൾ, സ്ത്രീ ഓർത്തെടുക്കുന്നത് പുരുഷനിൽ നിന്നുള്ള മറക്കാൻ കഴിയാത്ത സ്നേഹം ചാലിച്ച നല്ല വാക്കുകളാണ്. പുരുഷൻ ഓർത്തെടുക്കുന്നതോ സ്ത്രീയിൽ നിന്ന് അനുഭവിച്ച നല്ല പ്രവർത്തനങ്ങളുമാണ്. ഇതാണ് വ്യത്യാസം. പരസ്പരം മാതൃകാപരമായ ദമ്പതികളായി തീരണം.
മക്കൾക്ക് കണ്ടു പഠിക്കാൻ പറ്റിയ ദമ്പതികൾ, നല്ല ഒരു സാഹചര്യത്തിലുള്ള ജീവിതം, സ്നേഹോഷ്മളമായ ജീവിതം, അവിടെയാണ് കുടുംബത്തിൻ്റെ ഏറ്റവും വലിയ സന്തോഷം. വലിയ വീടോ വലിയ വാഹനങ്ങളോ സുഖസൗകര്യങ്ങളോ ഒന്നുമല്ല. ഏറ്റവും വലിയ സന്തോഷം അത് അവർ പരസ്പരമുള്ള സ്നേഹബന്ധത്തിൽ നല്ല രൂപത്തിലുള്ള ഇടപഴക്കം, അതാണ് അവിടെ ഏറ്റവും കൂടുതൽ സന്തോഷം ഉണ്ടാക്കുന്നത്. മുആശറത്തു സൗജൈൻ എന്ന് പറയും. ഇത് കണ്ടിട്ടാണ് മക്കൾ വളരേണ്ടത്. അത്തരം സാഹചര്യങ്ങളിലെ നല്ല മക്കൾ പിറക്കുകയും ചെയ്യുള്ളൂ. പരിശുദ്ധമായ ഖുർആൻ സന്താന പരിപാലനത്തെ കൃഷിയോടാണ് ഉപമിക്കുന്നത്. കൃഷി എത്രമേൽ ശ്രദ്ധയോടുകൂടെ നോക്കണം എന്ന് കർഷകനോട് ചോദിച്ചാൽ മനസ്സിലാകും. കർഷകൻ അതിൻ്റെ നല്ല സമയം നോക്കിയിട്ടേ കൃഷി ചെയ്യുകയുള്ളൂ. നല്ല ഭൂമി തിരഞ്ഞെടുക്കും, അതിന് നല്ല വിത്ത് തന്നെ വേണം എന്നും തീരുമാനിക്കും. ഈ നട്ടാൽ തന്നെ കുഴിച്ചിട്ടാൽ തന്നെ വിളവ് ആകുന്നത് വരെ അതിനെ പരിപാലിക്കുന്നത് എത്ര ശ്രദ്ധയോടെയാണ്. വെള്ളം നൽകേണ്ടതെടുത്ത് വെള്ളം, വളം നൽകേണ്ട സമയത്ത് വളം, ഇങ്ങനെ തുടങ്ങി എത്ര ശ്രദ്ധയോടുകൂടെയാണോ കൃഷിയെ കർഷകൻ പരിപാലിക്കുന്നത്, അതുപോലെയായിരിക്കണം മക്കളെ രക്ഷിതാക്കൾ പരിപാലിക്കേണ്ടത്, കുടുംബത്തെ അതിൻ്റെ ഗൃഹനാഥൻ കുടുംബനാഥൻ പരിപാലിക്കേണ്ടത് എന്നാണ് പരിശുദ്ധമായ ഖുർആൻ പരിചയപ്പെടുത്തുന്നത്. നല്ല സ്ഥലത്ത്, നല്ല സമയത്ത്, നല്ല സാഹചര്യത്തിൽ ഒക്കെയായിരിക്കണം വിവാഹവും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നടക്കേണ്ടത്. അപ്പോഴേ കുടുംബജീവിതത്തിൻ്റെ എല്ലാ വിഷയങ്ങളിലും സന്തോഷം ഉണ്ടായിത്തീരുകയുള്ളൂ. ഇന്ന് കുടുംബജീവിതം ആരംഭിക്കുന്ന നിക്കാഹിൻ്റെ സദസ്സുകളാകട്ടെ, കല്യാണ സദസ്സുകളാകട്ടെ, അതെല്ലാം അധാർമികതയിലും അനിസ്ലാമികമായിട്ട് മുന്നേറുമ്പോൾ അതിലെ ബറക്കത്തുകളും സന്തോഷങ്ങളൊക്കെ എടുത്തു പോകുന്നു. അപ്പോൾ കർഷകൻ്റെ കൃഷി നല്ല നിലം ആയില്ലെങ്കിൽ കേടുവരും പോലെ ഇവിടെയും കുടുംബജീവിതം തരിപ്പണമായി പോകുന്നു. പലപ്പോഴും അങ്ങനെയാണ്. ഇസ്ലാം പഠിപ്പിച്ച ഒരു രൂപത്തിലൂടെ കുടുംബജീവിതം സെലക്ട് ചെയ്യുകയും മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യുകയാണെങ്കിൽ അതിൽ വലിയ സന്തോഷമുണ്ടാകും എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. നിക്കാഹിൻ്റെ ദിവസവും സമയവും സ്ഥലവും ഒക്കെ ഭംഗിയുള്ളതും വൃത്തിയുള്ളതും ബറക്കത്തുള്ളതുമായി തീരുക. പള്ളിയെ തിരഞ്ഞെടുക്കുക, അതും വെള്ളിയാഴ്ച ദിവസം പ്രഭാത സമയം, ളുഹാ നിസ്കാരത്തിൻ്റെ സമയം, അതൊക്കെ നല്ല ബറക്കത്തുള്ള സമയമാണ്. ശവ്വാൽ മാസം, ഇനി റമദാൻ കഴിഞ്ഞാലുള്ള മാസം ശവ്വാലാണ്. നിക്കാഹിന് ഏറ്റവും നല്ല ബറക്കത്തുള്ള യോജിച്ച ഒരു സമയമാണ്. ഇങ്ങനെ തുടങ്ങി നിക്കാഹിൻ്റെ സുന്നത്തുകൾ, നല്ല നല്ല ശീലങ്ങൾ, ഇതൊക്കെ തിരഞ്ഞെടുത്ത് പരിഗണിച്ചിട്ട് നിങ്ങൾ നിക്കാഹ് കർമ്മങ്ങൾ ചെയ്യുകയാണെങ്കിൽ അതിലൂടെ നല്ല ജീവിതം കിട്ടുകയും തുടർന്ന് മക്കളെ വളർത്തുന്നതിൽ, മക്കളുണ്ടാക്കി തീർക്കുന്നതിൽ, അതിലെല്ലാം ഇസ്ലാം പഠിപ്പിച്ച ചര്യകൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ അതിലും വലിയ സന്തോഷങ്ങളുണ്ടാകും. മക്കൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്ന വലിയ ഒരു അനുഗ്രഹമാണല്ലോ. അവരെ വളർത്തിയെടുക്കുക, നല്ലൊരു നിലയിലേക്ക് എത്തിക്കുക എന്നുള്ളത് വലിയൊരു ടാസ്ക് തന്നെയാണ്. നിഅമുൽ ഇലാഹി അലൽ ഇബാദി കസീറ വ അജല്ലുഹുന്ന നജാബത്തുൽ ഔലാദി എന്ന് മഹാന്മാർ പാടിവെച്ചത് കാണാൻ കഴിയും. അല്ലാഹു സുബ്ഹാനഹു വ തആല ചെയ്ത അനുഗ്രഹങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് സന്താനങ്ങളെന്നുള്ളത്. അവരെ നേരായ വഴിയിലേക്ക് എത്തിച്ച് സന്മാർഗത്തിലൂടെ വഴി നടത്തി നല്ലൊരു പോസ്റ്റിലേക്ക് എത്തിച്ച് നൽകുക, അവരെ എത്തിക്കുക എന്നുള്ളത് വലിയ ഒരു കാര്യം തന്നെയാണ്. ഉപമിക്കുന്നത് പർവ്വതത്തെ ഇവിടുന്ന് മാറ്റി മറ്റൊരു സ്ഥാനത്തേക്ക് സ്ഥാപിക്കണം എന്ന് പറഞ്ഞാൽ എത്ര ത്യാഗമാണ്, അതിനേക്കാൾ പ്രയാസമാണത്രേ മക്കളെ ഇന്നത്തെ കാലം പ്രത്യേകിച്ചും പരിപാലിച്ച് നന്മയിലേക്ക് എത്തിച്ച് ഒരു പോസ്റ്റിലേക്ക് എത്തിക്കുക എന്നുള്ളത്. അതുകൊണ്ട് അവരെ വളർത്തുന്നതിൽ വളരെ ശ്രദ്ധ വേണം. അപ്പോഴേ നമ്മളെ കുടുംബത്തിൻ്റെ ആ ഒരു കെട്ടുറപ്പും ചിട്ടയും നന്മയും അവിടെ ചേർന്ന് നിൽക്കുകയുള്ളൂ. അതിന് വേണ്ട ഒരു പ്രധാനപ്പെട്ട ഒന്നാണ് മക്കളോട് ചേർന്ന് കളിക്കേണ്ട സമയത്ത് കളിക്കുക. ലാഇബു സബ്അൻ, ആദ്യത്തെ 7 വയസ്സ് അവരോടുകൂടെ കളിക്കാനുള്ളതാണ്. വ അദ്ദിബു സബ്അൻ, പിന്നെയുള്ള കാലം അവരെ ശീലങ്ങൾ, നല്ല നല്ല ശീലങ്ങൾ അവരെ പഠിപ്പിക്കാനും അവരെ നന്മയിലായി വളർത്താനുമുള്ള കാലമാണ്. പിന്നെയുള്ള 7 ഉണ്ടല്ലോ, 14 കഴിഞ്ഞാൽ ടീനേജിൻ്റെ ആ സമയം, അത് പിന്നെ ഉപദേശങ്ങളുടെ കാലമല്ല. 15 വയസ്സൊക്കെ കഴിഞ്ഞാൽ പിന്നെ ഉപദേശങ്ങളൊക്കെ സ്റ്റോപ്പാക്കണം. അതുവരെ ഉപദേശവും നന്മയാർന്ന എല്ലാ കാര്യങ്ങളും കാണിച്ചു കൊടുക്കുകയും അവരെ ഉപദേശിക്കുകയും ഒക്കെ ചെയ്യാൻ പറ്റിയ നല്ല സമയമാണ്. അത് കഴിഞ്ഞാൽ പിന്നെയുള്ള സമയം ഉപദേശം അത്ര ഇഷ്ടപ്പെടുന്ന സമയമാകില്ല.
അപ്പം മാതാപിതാക്കളെ കണ്ട് അവർ വളരണം. റോൾ മോഡൽ അവരുടെ സ്വന്തം മാതാപിതാക്കളായിരിക്കണം അവർക്ക്. പരിശുദ്ധമായ ഖുർആൻ നമ്മളെ മക്കൾ നന്നായി തീരാൻ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം പറഞ്ഞതാണ് ദുആ എന്നുള്ളത്, പ്രാർത്ഥന. റബ്ബന ഹബ് ലനാ മിൻ അസ്വാജിന വദുർരിയാതിന ഖുർറത അയുനി വജഅൽനാ ലിൽ മുത്തഖീന ഇമാമ. കുടുംബം നന്നായി തീരണം, അതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് പ്രാർത്ഥനയാണ്, അതിന് റബ്ബിലേക്ക് കൈമലർത്തലാണ് എന്ന് പരിശുദ്ധമായ ഖുർആൻ. പടച്ചവനെ, ഞങ്ങളെ ഭാര്യ മക്കളിൽ നിന്ന്, ഞങ്ങളെ ഇണകളിൽ നിന്ന്, മക്കളിൽ നിന്ന് ഞങ്ങൾക്ക് കൺകുളിർമ നൽകണേ അല്ലാഹ്. രണ്ടാമത് അതിനോട് ചേർത്തി വെക്കുന്നൊരു വാക്ക് വജഅൽനാ ലിൽ മുത്തഖീന ഇമാമ, ഞങ്ങളെ അവർക്ക് കണ്ടു പഠിക്കാൻ പറ്റിയ ഒരാളാക്കി മാറ്റണേ എന്നും കൂടിയാണ്. ബാപ്പ ധർമ്മം ചെയ്യുന്നത്, നന്മ ചെയ്യുന്നത് മക്കൾ കാണുകയാണ്. പാവപ്പെട്ടവൻ വീട്ടിൽ വരുമ്പോൾ അവനെ സഹായിക്കുന്നത് മക്കൾ കണ്ടു പഠിക്കാൻ. കണ്ണ് കാണാത്ത ആൾ നടന്നു പോകുമ്പോൾ അയാളെ കൈ പിടിച്ചിട്ട് എത്തിക്കേണ്ടടുത്ത് എത്തിക്കുന്നത് മക്കൾ കണ്ടു പഠിക്കുകയാണ്. നിസ്കാരത്തിന് മസ്ജിദിലേക്ക് നടന്നു പോകുന്നത് ബാപ്പയിൽ നിന്നുള്ള നന്മകൾ, ഇങ്ങനെ തുടങ്ങി എന്തെല്ലാമാണ് ഉമ്മയിൽ നിന്നുള്ളത്, അയൽവാസിയോട് പെരുമാറുന്നത്, കുടുംബബന്ധം ചാർത്തുന്നത്, എല്ലാം മക്കൾ കണ്ടു പഠിക്കുകയാണ്. റോൾ മോഡൽ ആരാണ്? വാപ്പയും ഉമ്മയുമാണ്. അങ്ങനെ വളരണം, അങ്ങനെ എന്നെ ആക്കി തീർക്കണം എന്ന് നിങ്ങളെപ്പോഴും ദുആ ചെയ്യണം എന്നാണ് പരിശുദ്ധമായ ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, അപ്പോൾ പ്രാർത്ഥന ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്. രണ്ടാമത് ഞാൻ നേരത്തെ പറഞ്ഞു, തുറന്ന മനസ്സോടെയുള്ള സംസാരമാണ്. ഇന്ന് പലപ്പോഴും കുടുംബ ബന്ധങ്ങൾ അകലാനുള്ള കാരണം സംസാരമില്ലായ്മയാണ്. രാവിലെ എണീക്കുന്നത് തന്നെ തിരക്കോടുകൂടെ ഫോണിലേക്ക് നോക്കിയിട്ടാണ്, പിന്നെ ഉറക്കാണ്, നാസ്തയ്ക്ക് വേണ്ടി ഭാര്യ വിളിക്കുകയാണ്, നാസ്തയുടെ സമയത്തും മൊബൈൽ ഫോണാണ്. അത് കഴിഞ്ഞാൽ വീണ്ടും അവൻ ഇറങ്ങി ചെല്ലുകയാണ്, വേഗം ചാവി എടുത്ത് ഡ്രസ്സ് മാറ്റി കുളിച്ചിട്ട് ഓഫീസിലേക്കോ മറ്റോ തിരക്കിട്ട് പോകാൻ. ഒന്നും സംസാരിക്കാൻ മിണ്ടാൻ നേരം വെളുത്തിട്ട് സമയം കിട്ടിയിട്ടില്ല. ജോലി കഴിഞ്ഞ് തിരിച്ചു വരുമ്പോഴും കയറി വരുന്നത് തന്നെ മൊബൈൽ ഫോണിലാണ്, കോളിങ്ങിലാണ്, തിരക്കിട്ട ജീവിതമാണ്. കയറി ഇറങ്ങിയിട്ടോ വീട്ടിലേക്ക് കയറിയിട്ടോ മക്കളുമായി സംസാരിക്കാനോ ഭാര്യയുമായി നല്ല ഒരു സംസാരം അവനക്കന്ന് സമയമില്ല. കിടന്നുറങ്ങാനായി അപ്പോഴും മൊബൈൽ ഫോണിൽ തന്നെ യൂട്യൂബിലോ മറ്റോ നല്ല കാഴ്ചകളും കണ്ടിട്ട് കിടന്നുറങ്ങുകയാണ്. അവർ ബന്ധങ്ങൾക്കിടയിൽ ഒരു അരമണിക്കൂർ പോട്ടെ, ഒരു 15 മിനിറ്റ് ഒരു ദിവസം മിണ്ടി പറയാനില്ലെങ്കിൽ അത് വലിയ അപകടം ചെയ്യും. വാക്കുകൾ, നല്ല മധുരമൂറുന്ന വാക്കുകൾ അവനിൽ നിന്ന് വരണം. ഇദ്ഖാലു സുറൂർ, ഖൽബിലേക്ക് സന്തോഷം ഉണ്ടാക്കി തീർക്കുന്ന വാക്കുകൾ ഇവനിൽ നിന്നും ഇവളിൽ നിന്നും പരസ്പരം ഉണ്ടായിത്തീരണം. മക്കളുമായിട്ടുണ്ടാകണം. ഒരുമിച്ചിരുന്നുള്ള ഭക്ഷണം കഴിക്കൽ, അത് ഒരു സമയത്തെങ്കിലും നമ്മുടെ വീടുകളിൽ നടക്കണം. അപ്പോഴേ കുടുംബങ്ങളിൽ സന്തോഷം ഉണ്ടാവുകയുള്ളൂ. അഹമ്മദി നജാദ് ആദ്യമായി ടെഹ്റാൻ്റെ മേയറായി വന്നപ്പോൾ ഈ ഫാസ്റ്റ് ഫുഡാണ് നിരോധിച്ചത്. അത് കുടുംബ ബന്ധങ്ങൾ സ്ഥാപിക്കാനും ഊട്ടിയുറപ്പിക്കാനും വേണ്ടിയിട്ടായിരുന്നു എന്ന് വായിക്കാൻ കഴിയും. ഇന്ന് എല്ലാം ഹോട്ടലുകളിലാണ്. വേണ്ട എന്നല്ല, ഇടയ്ക്കൊക്കെ ആകാം സന്തോഷത്തിന്. വീട്ടിൽ ഭക്ഷണം ഉണ്ടാക്കി അവരുടെ കൈകളെ കൊണ്ടുണ്ടാക്കിയിട്ട് വിളമ്പി കൊടുത്ത് അത് ഭക്ഷിപ്പിക്കുന്നതും കൂടെ ഇരുന്നിട്ട് കഴിക്കുന്നതും അത് വലിയ ബറക്കത്തും സന്തോഷവുമാണ്. പരസ്പരം സ്നേഹമുണ്ടായിത്തീരാൻ കാരണമാകുന്ന ഒന്നാണ്. ഇടയ്ക്കൊക്കെ എപ്പോഴെങ്കിലും ഒരു യാത്രകളും സന്തോഷങ്ങളും ഭക്ഷണങ്ങളൊക്കെ ആയിത്തീരാം. അതൊക്കെ വളരെയധികം മനസ്സിന് സന്തോഷം ഉണ്ടാക്കി തീർക്കുന്നതാണ്. നല്ല നല്ല യാത്രകൾ, ഹലാലായ വഴിയിലൂടെയുള്ള ഇസ്ലാം പഠിപ്പിച്ച രൂപത്തിലുള്ള യാത്രകൾ ആകാം, തെറ്റില്ലാത്തതാണ്. അതുപോലെ തന്നെ പരസ്പരം പരിഗണിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക എന്നുള്ളതാണ് മറ്റൊരു കാര്യം. ഭാര്യയോട് ചില കാര്യങ്ങളൊക്കെ ചോദിച്ച് അവരുടെയും കൂടി ഇഷ്ടങ്ങൾ പരിഗണിച്ചുകൊണ്ടാകുക. വീട്ടിലെ കാര്യമായിക്കോട്ടെ, അവരോട് ചോദിക്കേണ്ടതൊന്നുമില്ല എന്ന് തോന്നുന്ന വിഷയങ്ങളിൽ പോലും അവരോടൊരു മുഷാവറ, വശാവിർഹും ഫിൽ അംർ, അവരോട് ചോദിച്ചിട്ട് എങ്ങനെയാണ് വേണം, ഇവിടെ ഇപ്പോൾ ഏത് രൂപത്തിലുള്ള ഫർണിച്ചർ നമ്മൾ വാങ്ങേണ്ടത്, ടൈൽസ് വീടിൻ്റെ പണി നടക്കുമ്പോൾ എവിടുന്ന് നമ്മൾ എടുക്കേണ്ടത്, അതൊക്കെ ഭർത്താവിന് മാത്രം തീരുമാനിക്കാൻ വേണമെങ്കിൽ പക്ഷേ അവരോടും കൂടി ആലോചിച്ചിട്ട് തീരുമാനിക്കുന്നു. എന്തൊരു സന്തോഷം ഉണ്ടാകും. മക്കളെ, ഒരു പ്രായമെത്തിയ മക്കളാണെങ്കിൽ പ്രത്യേകിച്ച് അവരോടും കൂടി ചേർന്ന് സംസാരിച്ച് വീട്ടിലെ കാര്യങ്ങളും കൂടി മുഷാവറ ചെയ്യുന്നു. ഏറെ സന്തോഷം ഉണ്ടാകും ആ വീട്ടിൽ. മക്കൾക്ക് തോന്നും, എന്നെ വാപ്പ പരിഗണിക്കുന്നു, ഞാനിപ്പോൾ ഒരു അത്യാവശ്യം പ്രായമായ ഒരു മകനായിട്ടുണ്ട്, കാര്യങ്ങളൊക്കെ അതിൻ്റെ നിലക്ക് മനസ്സിലാക്കി പ്രവർത്തിക്കേണ്ട ഒരു പ്രായമെത്തിയിട്ടുണ്ട് എന്ന് മക്കൾക്ക് തന്നെ തോന്നും. അങ്ങനെ പരിഗണിച്ച് മുന്നോട്ട് പോവുക എന്നുള്ളതാണ്. ചിലപ്പോൾ സംസാരങ്ങളിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ശബ്ദമുയർത്തിയുള്ള വാക്ക് തർക്കങ്ങളൊക്കെ വല്ലപ്പോഴൊക്കെ വന്നേക്കാം, സ്വാഭാവികമാണ്. എന്നാൽ
അത് മക്കളെ മുമ്പ് നിന്നാകാതിരിക്കുക എന്നുള്ള ഒരു നിർബന്ധം ഓരോ ഇണക്കും തുണക്കും ഉണ്ടാകണം. അത് മക്കൾ കാണാൻ പാടില്ല. അതെല്ലാം അവിടെ ഉള്ളിൽ ഒതുങ്ങുന്ന രൂപത്തിലുള്ള ഒരു സംസാരമായിട്ട് മാറണം. എന്നാലും അവിടെ വലിയ സന്തോഷങ്ങൾ ഉണ്ടായിത്തീരാൻ കാരണമാകും പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് കുടുംബജീവിതം നല്ല സന്തോഷത്തോടുകൂടെ ആയിത്തീരാൻ എന്തെല്ലാം നല്ല നല്ല പ്രവർത്തനങ്ങളുണ്ടോ അതെല്ലാം ഫോളോ ചെയ്യണം. അതിന് ഏറ്റവും നല്ലത് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ജീവിതം പഠിക്കലാണ്, മക്കൾക്ക് പഠിപ്പിക്കലാണ്. അവിടുന്ന് എങ്ങനെയായിരുന്നു ഭാര്യമാരോട് വർത്തിച്ചത്, അവരുടെ വീട്ടുജോലികളിലൊക്കെ ഇടപെട്ട് അതിനൊക്കെ ഹെൽപ്പ് ചെയ്ത് എല്ലാ സഹായങ്ങളും ചെയ്തു കൊടുത്ത് സ്നേഹത്തോടുകൂടെ മക്കളെ പരിപാലിച്ച് ഇങ്ങനെ ജീവിച്ചൊരു ജീവിതമുണ്ട് ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക്. ഖൈറുക്കും അള്ളാഹുവിൻ്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വാക്കാണ്, നിങ്ങൾ വെച്ച് ഏറ്റവും ഖൈറായവർ അത് കുടുംബത്തോടുകൂടി നല്ല രൂപത്തിൽ വർത്തിക്കുന്നവരാണ്. അന ഖൈറുക്കും ലി അഹ്ലി, ഞാനാണ് എൻ്റെ കുടുംബത്തിൽ ഏറ്റവും നല്ല രൂപത്തിൽ വർത്തിക്കുന്നവൻ, എന്നെ കണ്ട് നിങ്ങൾ പഠിച്ചോളൂ എന്ന് പറയാൻ മാത്രം അത്ര ധൈര്യമുണ്ട് ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക്. ആർക്കും പരാതിയില്ല, പരിഭവങ്ങളില്ല. അങ്ങനെ സന്തോഷത്തോടുകൂടെ ജീവിച്ച് കാണിച്ചു തന്ന ഒരു റോൾ മോഡലാണ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വർഗത്ത് നിന്ന് ആരംഭിച്ച ഈ കുടുംബജീവിതം സ്വർഗത്തിൽ തന്നെ അവസാനിക്കണം. കുടുംബസമേതം നമുക്ക് സ്വർഗത്തിൽ സംഗമിക്കാൻ കഴിയണം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.